റേഷൻ വ്യാപാരികൾ ഫെബ്രുവരി 1 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോവുകയാണ്. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഈ സമരം. ജനുവരി 1 സൂചനാ പണിമുടക്ക് നടത്തും. പ്രതികരണം ലഭ്യമാണ്, അത് കേൾക്കാം. അതിനുശേഷം പ്രസാദ് ഉറുമ്പശ്ശേരി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. വേതന പാക്കേജ് പരിഷ്കരിക്കണം, അതുപോലെ തന്നെ കമ്മീഷൻ റിപ്പോർട്ട് പരിപൂർണമായി നടപ്പാക്കണം. ക്ഷേമനിധിയുടെ വിഷയങ്ങൾ സർക്കാരിന്റെ യാതൊരു ക്ഷേമമില്ലാത്ത ക്ഷേമനിധി 1500 രൂപ പെൻഷൻ, 200 രൂപ അംശാദായം വാങ്ങുന്ന വ്യാപാരികൾക്ക് കിട്ടുന്നത് 1500 രൂപ പെൻഷനാ. ഇനി 600ഓളം ആൾക്കാർ പെൻഷൻ കിട്ടുന്നില്ല, പൈസ ഇല്ലാത്തതുകൊണ്ട്. ഇൻഷുറൻസ് പരിരക്ഷയില്ല, ചികിത്സാ സഹായമില്ല, വിരമിക്കൽ ആനുകൂല്യമില്ല, ഒന്നുമില്ലാത്തൊരു വിഭാഗമായി റേഷൻ വ്യാപാരം മാറിയപ്പോൾ ഇതിലെല്ലാം പ്രതിഷേധിച്ച് ഞങ്ങൾ ജനുവരി 1 പുതുവത്സര ദിനത്തിൽ സമരം നടത്തും. ഫെബ്രുവരി മുതൽ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ അനിശ്ചിതകാല കടയടപ്പ് സമരം കേരളത്തിലെ എല്ലാ സംഘടനകളെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു സംയുക്തമായിട്ടാണ് ഞങ്ങൾ സമരം നടത്തുന്നത്. പ്രസാദ്, ഇപ്പം വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരണം കുറേ നാളുകളായിട്ടുള്ള ആവശ്യമാണ്. അതിന് ആ ആവശ്യങ്ങൾ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ പ്രതിഷേധമായി ഇപ്പോൾ സൂചനാ പണിമുടക്ക് ജനുവരിയിൽ. ഇനി ആ സൂചനാ സമരം കൊണ്ട് ഒന്നും ഫലം കണ്ടില്ലെങ്കിൽ ഫെബ്രുവരി മുതൽ അനിശ്ചിതകാല സമരമെന്ന് പറയുമ്പോഴത്തേക്കും കടുത്ത നിലപാടിലേക്ക് റേഷൻ വ്യാപാരികളുടെ സംഘടന പോകുന്നു എന്നുള്ളതാണ്. ഇതിൽ ഈ സിവിൽ സപ്ലൈസ് വകുപ്പ് ഇടപെട്ടിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ റേഷൻ വ്യാപാരികളുടെ നിലപാട് പ്രസാദ്? ലക്ഷ്മി, കഴിഞ്ഞ കുറെ നാളുകളായി റേഷൻ വ്യാപാരികൾ അവരുടെ വേതന പരിഷ്കരണം ആവശ്യപ്പെട്ടുകൊണ്ട് സമരരംഗത്താണ്. സർക്കാരിനും അതോടൊപ്പം തന്നെ മന്ത്രിക്കുമെല്ലാം തന്നെ ഇത്തരത്തിൽ നിവേദനം നൽകുകയും പ്രത്യക്ഷ സമരങ്ങൾ നടത്തുകയൊക്കെ മുമ്പ് ചെയ്തിരുന്നു. സംസ്ഥാനത്ത് 14,000-ഓളം റേഷൻ വ്യാപാരികളാണുള്ളത്. ഇതിൽ പ്രതിമാസം 45 കിൻഡൽ റേഷൻ ഉൽപ്പന്നങ്ങൾ വിറ്റാൽ മാത്രമാണ് ഒരു മാസം 18,000 രൂപ അവർക്ക് കമ്മീഷൻ കിട്ടുക. ഇതിൽ തന്നെ അവിടുത്തെ റേഷനിലെ ജീവനക്കാരന് ശമ്പളം, അതോടൊപ്പം കെട്ടിടത്തിന്റെ വാടക, വൈദ്യുതി ചാർജ് തുടങ്ങിയവയെല്ലാം ഈ പണത്തിനുള്ളിൽ ചെലവഴിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് താങ്ങാവുന്നതിനപ്പുറമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ പൈസ കിട്ടിയാൽ മാത്രമാണ് ഇത് റേഷൻ കടകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളതാണ് വ്യാപാരികൾ പറയുന്നത്. അതുമാത്രമല്ല, അവരുടെ മറ്റ് ആനുകൂല്യങ്ങൾ, ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങൾ കൂടി പരിഗണിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ജനുവരി 1 പണിമുടക്കും. ശരി പ്രസാദ്, ഞാൻ